ഹലോ നമസ്കാരമുണ്ട്. ഞാൻ പ്രീത മേരി തോമസ്. നമ്മളെല്ലാവരും അതിഥികളെ സൽക്കരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ വീട് സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ പലപ്പോഴും അപ്രതീക്ഷിത അതിഥികൾ നമ്മളിൽ പെട്ടെന്നൊരു ഭയമുണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊരു അതിഥി അവരുടെ വീട്ടിലേക്ക് പറയാതെത്തുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്നതൊരു പേടി പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിൽ പോലും പലപ്പോഴും പലർക്കും അറിയാത്ത അല്ലെങ്കിൽ പാലിക്കാത്ത മര്യാദകളിൽ പെടുന്നവയാണിത്. നമുക്കറിയാം, നമ്മളെപ്പോഴും നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ വിളിച്ചു ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ വീട് വിസിറ്റ് ചെയ്യാം. അതൊരു പ്രശ്നമല്ലായിരിക്കാം. എന്നാൽ നമ്മളോട് അത്ര അടുപ്പമില്ലാത്ത എന്നാൽ നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ചില ആളുകളൊക്കെ കാണും. അപ്പോൾ അവരുടെ വീടുകളിൽ പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അവരെ ഒരു ഫോൺ കോളിലൂടെ വിളിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അവരുടെ സമയം, അവിടെ ഉണ്ടോ, വീട്ടിലുണ്ടോ, വേറെ എന്തെങ്കിലും തിരക്കുകളിലാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. പലപ്പോഴും ഈ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പല ആളുകളും മറന്നു പോകുന്നത്. പിന്നീട് നമ്മളൊരു കൃത്യസമയം, അവരുടെ സമയത്തെ നമ്മൾ ബഹുമാനിക്കണം. നമ്മളൊരു സമയം അവരോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ചെല്ലാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ അവരവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടായിരിക്കാം ആ സമയം അവൈലബിൾ ആകുന്നത്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ആ സമയം തന്നെ എത്താൻ ശ്രമിക്കുക. അധികം നേരമൊന്നും ഇരുന്ന് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ സ്നേഹമായി സംഭാഷണങ്ങൾ നടത്തി നേരത്തെ തന്നെ പിരിയാൻ ശ്രമിക്കുക എന്നത്, സമയത്തെ ബഹുമാനിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റുകളിൽ ഒന്നാണ്. പിന്നീട് നമ്മൾ ചെറിയ കുട്ടികളെ കൊണ്ടാണ് ഒരു വീട്ടിലേക്ക് പോകുന്നതെങ്കിൽ തീർച്ചയായും എല്ലാ വീടുകളിലും അല്ലെങ്കിൽ മിക്ക വീടുകളിലും എക്സ്പെൻസീവായിട്ടുള്ള പല സാധനങ്ങൾ കാണും. അപ്പോൾ കുഞ്ഞു കുട്ടികളെ നേരത്തെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളിലൊന്നും തുടരുക. നല്ല ചെറിയ കുട്ടികളെ, ചില കുട്ടികൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരെ അവിടെയുള്ള എല്ലാ സാധനങ്ങളും തൊടും, ചിലപ്പം എടുക്കാൻ ശ്രമിക്കും. അപ്പം നമ്മളെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് കൃത്യമായി ആ കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്, അവിടെ സന്നിഹിതനല്ലാത്ത ഒരാളെ പറ്റി മോശമായി സംസാരിക്കാതിരിക്കുക. അതൊരു കോട്ടായിട്ട് തന്നെ ചില വീടുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ സന്നിഹിതനല്ലാത്ത ആളിനെ പറ്റി കുറ്റം പറയാതിരിക്കുക എന്നുള്ളത്. അതൊരു വലിയ പോയിൻ്റാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു നമ്മൾക്കൊരു സംഭാഷണ ഒരു ശൈലിയാണത്. നമ്മൾ വേറൊരാളെ പറ്റി കഴിവതും അവിടെ സന്നിഹിതനല്ലാത്ത ഒരാളെ പറ്റി കുറ്റം പറയാതിരിക്കുക. പിന്നീട് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കാണിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ട്, ന്യൂ ബോൺസിനെയും കൊണ്ടൊക്കെ അമ്മമാർ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കാണാനാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് വീടുകളിലേക്ക് ചെല്ലാറുണ്ട്. പലപ്പോഴും ദിവസങ്ങളോളമുള്ള ഉറക്കമില്ലായ്മയും അല്ലെങ്കിൽ ആ വീട്ടിലെ മാതാപിതാക്കളോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മാതാപിതാക്കളോ ഒക്കെ ഉറങ്ങിയിട്ടൊക്കെ ദിവസങ്ങളായി കാണും. മാത്രം അവർ ആ കുഞ്ഞിൻ്റെ സ്വഭാവ രീതികളുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളായിരിക്കും. കുഞ്ഞിന് നല്ല കരച്ചിലൊക്കെയുള്ള സമയമായിരിക്കും. അപ്പോഴായിരിക്കും നമ്മൾ അതിഥികളായിട്ട് കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അത് ആ വീട്ടിൽ ഒരുപാട് അസ്വസ്ഥതകൾ, അവർ നേരിട്ട് പ്രകടിപ്പിച്ചില്ലെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില കുഞ്ഞുങ്ങളൊക്കെ വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ്, അധികം അനുവദിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവർക്ക് നമ്മളോട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കാം. കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് അവരോട് ചോദിച്ചാൽ അവർ ഫ്രീ ആണോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പോകാമെന്ന്. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ രോഗികളായിരിക്കുന്ന ആളുകളെ സന്ദർശിക്കാൻ പോകുമ്പോൾ പലപ്പോഴും പലരും പാലിക്കാത്ത മര്യാദകളാണ്. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഡോക്ടേഴ്സ് കൃത്യമായി പറഞ്ഞു വിട്ടിട്ടുണ്ടാവും അവർക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ആളുകൾ ചെല്ലുന്ന സമയത്ത് മറ്റു രോഗങ്ങൾ കൊണ്ടൊക്കെ ചെല്ലാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് സന്ദർശനങ്ങളൊക്കെ പലപ്പോഴും വിലക്കിയിട്ടുണ്ടാവും. നമ്മൾ ചെല്ലുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ നോ പറയാൻ ഒരു വിമുഖത കാണും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം അവരുടെ അനുവാദമില്ലാതെ അവരോട് നേരത്തെ ചോദിച്ച് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞങ്ങൾ ഇതുപോലെ വിവരം അറിഞ്ഞു അല്ലെങ്കിൽ സുഖമില്ലായിരുന്നു എന്ന് അറിഞ്ഞു, ഞങ്ങൾ ഭേദമൊക്കെ ആകട്ടെ, അതിനുശേഷം ഞങ്ങൾ വന്ന് സന്ദർശിക്കാം, ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാകുമല്ലോ, ഒരു ടെക്സ്റ്റിലൂടെയോ കോൾ. ഇപ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് ആളുകൾ ചിലപ്പോഴും കോൾ എടുക്കാനൊന്നും ഉള്ള മാനസികാവസ്ഥയിലായിരിക്കത്തില്ല. അവർ ഭയങ്കര തിരക്കിലായിരിക്കും. നിങ്ങളുടെ കോൾ മാത്രമായിരിക്കത്തില്ല അവർക്ക് ചിലപ്പോൾ വരുന്നത്. നിങ്ങളെപ്പോലെ തന്നെ അനേകരുടെ കോളുകൾ വരുന്നുണ്ടായിരിക്കും. അവർക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാവകാശമോ സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും അല്ലായിരിക്കും.
അപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ഐ ഡി ഇപ്പോൾ എല്ലാവർക്കും വാട്സാപ്പ് ഉണ്ട്, മിക്കവർക്കും. അപ്പോൾ ഒരു വാട്സാപ്പിലൂടെ അല്ലാതെ ഒരു ടെക്സ്റ്റ് ആയിട്ട് ഇടാൻ നമുക്ക് ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ കാണുന്നില്ല. അഥവാ രോഗി സന്ദർശനത്തിൽ നമ്മൾ എത്തുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് വിസിറ്റ് ചെയ്തതിനു ശേഷം ഒരു മാസ്ക് ധരിക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവർക്ക് ന്യൂബോൺസിനെ കാണാൻ ചെല്ലുമ്പോഴും നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചെല്ലുന്ന കഴിവതും പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാൻ ശ്രമിക്കുകയും ചെയ്യുക. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു സന്തോഷത്തോടു കൂടി കടന്നു പോവുക. അല്ലെങ്കിൽ ഇനിയും വരാം, നിങ്ങളും ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ സന്തോഷത്തോട് പറഞ്ഞ് പിരിയാവുന്നതാണ്. പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറേ ഇല്ല. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മളുടെ പറയാതെ പെട്ടെന്ന് ആളുകൾ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്കിപ്പോൾ അർജൻറ്റായിട്ട് എന്തെങ്കിലും ഓർഡേഴ്സ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഞാൻ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ബേക്കിങ്ങിന് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൃത്യസമയത്ത് ചിലപ്പം കൊടുക്കാൻ പറ്റാതെയൊക്കെ വരും. അപ്പോൾ നമ്മളുടെ നേരത്തെ വിളിക്കാതെയോ പറയാതെയോ ഒക്കെ ആളുകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ബുദ്ധിമുട്ടാകാറുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ. അപ്പം അതുപോലെ തന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന വേറെ ഒരുപാട് ആളുകൾ കാണും, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചെറിയ കുട്ടികളുള്ള അമ്മമാർ കാണും. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിലോട്ടൊക്കെ പോകുന്നതിന് മുൻപേ നമ്മൾ കൃത്യമായും ഒരു കോളിലൂടെയോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിലൂടെയോ നമ്മൾ പോകുന്ന വീട്ടിലെ ആളുകളോട് നിർബന്ധമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് നമ്മുടെ സാമാന്യ മര്യാദകളിലൊന്നാണ്. വീടെന്ന് പറയുന്ന ഒരാളുടെ സ്വകാര്യ ഇടങ്ങളിലൊന്നാണ്, നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യമായ ഇടങ്ങളിലൊന്നാണ്. അപ്പം നമ്മൾ ഏറ്റവും സ്വതന്ത്രമായി അല്ലെങ്കിൽ നമ്മൾ കൈ കിട്ടുന്ന ഒരു ഉടുപ്പൊക്കെ ഇട്ട് അല്ല ജോലിയൊക്കെ ചെയ്ത് മുഷിഞ്ഞൊക്കെ നിൽക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പം നമ്മൾ വേറൊരാളെ ഇൻഫോം ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ക്വിക്കായിട്ട് നമ്മുടെ വീടൊന്ന് ക്ലീൻ ചെയ്യാനും നല്ല വസ്ത്രം ധരിച്ച് നിൽക്കാനും ഒക്കെയുള്ളൊരു സമയവും സാവകാശവും ഒക്കെ കിട്ടും. അപ്പം നമ്മളും അതുപോലെ തന്നെ വേറൊരു വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾക്കും അത് വളരെ ഉപകാരമായിരിക്കും. വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, ഇത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളുടെ വീട്ടിലോട്ട് പോകുന്ന സമയത്തും ഇതൊക്കെ ആവശ്യമാണ്. എങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് അതൊന്നുമില്ലാതെ കടന്നു ചെല്ലാവുന്ന വീടുകൾ കാണും. എന്നാൽ ചില ഇത് അത്രയും അടുപ്പം സൂക്ഷിക്കാത്ത അല്ലെങ്കിൽ ചില ആളുകളുടെ വീടുകളിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് കൃത്യമായും നമ്മളിതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പാലിക്കേണ്ടതാണ്. ഇത് ഞാനും നിങ്ങളും പലപ്പോഴും മറന്നു പോകാറുണ്ട് ഈ കാര്യങ്ങളൊക്കെയും. അതൊക്കെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക് യു.